Hello, welcome to Illusions. This is a trip to Visakhapatnam in Andhra Pradesh. ആന്ധ്ര യൂണിവേഴ്സിറ്റിയിലെ ഒരു സെമിനാറിന് വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ്. അതോടൊപ്പം വിശാഖപട്ടണത്ത് പ്രധാനപ്പെട്ട ചില സ്പോട്ടുകളും കാണാനായിട്ട് പോയി. So this is Visakhapatnam Airport, one of the biggest seaport city in in India actually. ആന്ധ്രാപ്രദേശിലെ ഒരു പോർട്ട് സിറ്റിയാണ്. തമിഴ്നാട്ടിലെ ചെന്നൈ പോലെ തന്നെ അത്ര വലുതല്ലെങ്കിൽ ഏകദേശം അതുപോലെ ഉപമിക്കാവുന്ന ഒരു സിറ്റി. എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഊബർ, റാപ്പിഡോ അതിൻ്റെ എല്ലാം കൗണ്ടറുകളുണ്ട്. ആന്ധ്ര യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷൻ. വിശാഖപട്ടണത്തുള്ള ആന്ധ്ര യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇത്. പ്ലാറ്റിനം ജൂബിലി ഗസ്റ്റ് ഹൗസ് ആണ്. ഏകദേശം 100 വർഷമായി. 1926 യൂണിവേഴ്സിറ്റിയുടെ ഒരു ഗാംഭീര്യം എൻ്റെ ഗസ്റ്റ് ഹൗസിലൊക്കെ കാണാം. പ്ലാറ്റിനം ജൂബിലി ഗസ്റ്റ് ഹൗസിനോടനുബന്ധിച്ച് സെമിനാർ ഹാളുണ്ട്. ധാരാളം മനോഹരമായ ചെടികളും കുറേ നീണ്ട പാർക്കിംഗ് സ്പേസും ഒക്കെ കാണാം. സിറ്റിയുടെ പ്ലാറ്റിനം ജൂബിലി ഗസ്റ്റ് ഹൗസിൻ്റെ ബാക്കിൽ കൂടെയുള്ള റോഡിൽ വന്ന പെട്ടെന്ന് തന്നെ വിശാഖ മ്യൂസിയം എന്നുള്ള അവിടെ എത്തുന്നുണ്ട്. ഇതൊരു മാരിടൈം മ്യൂസിയമാണ്. അതിന് 10 രൂപ, കുട്ടികൾക്ക് 5 രൂപ. ഷിപ്പിൻ്റെ സ്റ്റാച്യു പോലെ കാണും ഇവിടെ. ഇതൊരു പഴയ ഡച്ച് കാലത്തെ ബംഗ്ലാവാണ്. The building in which the museum was established was built by Dutch plantation managers more than 150 years ago. BrahMos missile firing. മുകളിലൊരു തോണിയുടെ ഇതാണ് റൂഫിൽ കാണാം. സ്മോൾ ബോട്ട് ആൻഡ് സബ്മറൈൻ ആക്ഷൻ, ബിഗ് ബോട്ട് ആക്ഷൻ. കോട്ടക്കലിനെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. കുഞ്ഞാലിയുടെ ടൗൺ, ഫോർട്ട് ടൗൺ സിറ്റുവേറ്റഡ് അറ്റ് ദ മൗത്ത് ഓഫ് കൊട്ട റിവർ. ഫോട്ടോസും വീഡിയോസും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് അലൗഡ് അല്ല എന്ന് പറഞ്ഞു മ്യൂസിയത്തിനകത്ത്. വിശാഖ സബ്മറൈൻ മ്യൂസിയത്തിന് അപ്പുറത്ത് തന്നെയാണ് വിശാഖപട്ടണം ഡിസ്ട്രിക്ട് മ്യൂസിയം. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഇരിക്കാനായിട്ട് നല്ല കസേരയും കുറേ മരങ്ങളും
ഒരേ കോമ്പൗണ്ടിൻ്റെ അകത്തുള്ള വിശാഖ മാരിടൈം മ്യൂസിയവും ഗവൺമെൻറ് മ്യൂസിയവും കഴിഞ്ഞ് കുറച്ച് അടുത്ത് തന്നെയാണ് സബ്മറൈൻ മ്യൂസിയം, പിന്നെ രാമകൃഷ്ണ ബീച്ച് എന്നുള്ളതൊക്കെ. ഈ സബ്മറൈൻ മ്യൂസിയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 2 മണിക്ക് തുറന്നിട്ട് വൈകുന്നേരം 9 മണി വരെ ഉണ്ട്. ഈ മെയിൻ മ്യൂസിയം ഗവൺമെൻറ് മ്യൂസിയവും വിശാഖ മാരിടൈം മ്യൂസിയം ഒക്കെ 7 മണി വരെ ഉണ്ട്. ഞാൻ അപ്പോൾ അതൊരു 5 മണിക്കാണ് അങ്ങോട്ട് പോകുന്നത്. അതിൻ്റെ കവാടം റോഡിൽ നിന്ന് വരുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഒരു സൈഡിൽ നിന്ന് ഗസ്റ്റ് ഹൗസിൽ നിന്ന് മറ്റൊരു സൈഡിൽ കൂടെയാണ് വരുന്നത്. ഇവിടെ നിന്ന് ആ റോഡിലൂടെയാണ് മാരിടൈമിലേക്ക് സബ്മറൈനിലേക്ക് പോകുന്ന വഴി. അതിന് ചുറ്റും ഇവിടെ മെയിൻ സ്റ്റാച്യൂകളൊക്കെ ഉണ്ട് മെയിൻ റോഡിൽ. ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്പോട്ടായിട്ട് നമുക്ക് കാണേണ്ടതാണ്. വിശാഖപട്ടണത്തിൽ വരുമ്പോഴുള്ളൊരു മെയിനായിട്ടുള്ള വിശാഖ മ്യൂസിയത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഈ ഒരു മെയിൻ റോഡിലേക്ക് വരും. ഇവിടെ കുറച്ച് കൂൾ ഡ്രിങ്കും സൈക്കിളിലൊരു ആൾ കാപ്പി വിൽക്കുന്നുണ്ടായിരുന്നു, അതുപോലെ കുറച്ച് സ്നാക്സൊക്കെ. ഇതിലെ കുറച്ചങ്ങോട്ട് നടന്നാൽ തന്നെ സബ്മറൈൻ നല്ല ഫുട്പാത്ത് ഉണ്ട്. RK ബീച്ച് റോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ആ കാണുന്നത് രാമകൃഷ്ണ ബീച്ച് ആണ്. ഈ സൈഡിൽ YMCA, ഈ റോഡിന് അങ്ങനെ രണ്ടും പറയുന്നുണ്ട്. RK ബിൽഡേഴ്സ് അങ്ങനെ പലതും. അപ്പോൾ ഈ സൈഡിൽ കാണുന്നതാണ് അടുത്ത മ്യൂസിയം മെയിനായിട്ടുള്ളത്. 9 മണി വരെ തുറന്നിരിക്കുന്ന സബ്മറൈൻ ബീച്ച് സബ്മറൈൻ മ്യൂസിയം. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് RK രാമകൃഷ്ണ ബീച്ച്. റോഡാണ് അത് പ്രൊസീഡ് ചെയ്യുന്നത് ബീച്ചിലേക്ക്. നല്ല സൺസെറ്റിൻ്റെ സമയമായിരിക്കുന്നു ഇപ്പോൾ. സൺസെറ്റ് 5:32 ജാനുവരി ലാസ്റ്റ് വീക്ക്. ഇതാണ് ഓൾ എബിലിറ്റീസ് പാർക്കാണത്. ഗ്രേറ്റർ വിശാഖപട്ടണം. സാഗരതീർത്ഥ സ്വച്ഛത, കീപ് വിഴാക് ബീച്ച് ക്ലീൻ. തീരത്ത് കൂടെ ഒരു 8 മിനിറ്റോളം നടന്നാൽ ആണ് ആ മ്യൂസിയത്തിലേക്ക് എത്തുക എന്നാണ് മാപ്പിൽ കാണിക്കുന്നത്. വിക്ടറി അറ്റ് സീ 1971. കഴിഞ്ഞ ഒരു 5 മിനിറ്റും കൂടി 4 മിനിറ്റും കൂടി നടക്കണം എന്നാണ് മാപ്പ് കാണിക്കുന്നത്. സൺസെറ്റും ഒരു എയർപ്ലെയിൻ പോകുന്നതും ബിൽഡിങ്സും ആ സൈഡിൽ, ഈ സൈഡിൽ കടലും. ഓപ്പോസിറ്റായിട്ട് എയർക്രാഫ്റ്റ് മ്യൂസിയം ഉണ്ട്. സബ്മറൈൻ മ്യൂസിയത്തിലേക്ക് 70 രൂപയാണ് അഡൽട്ടിന്. ഇതുപോലുള്ള ഒരു ഷിപ്പിൻ്റെ ഉള്ളിലേക്കാണ് പോകണമെന്ന് തോന്നുന്നു. ഏഷ്യയിൽ വെച്ച് ആദ്യത്തെ സബ്മറൈൻ മ്യൂസിയമാണ് എന്നാണ് അവിടെ കാണിക്കുന്നത്. ഷിപ്പിനകത്ത് കാണുന്നത്.
നടക്കുന്നതിൻ്റെയും എല്ലാം കാണിക്കുന്നുണ്ട്. ഇതിലെ കിച്ചൺ ഒരു ഷിപ്പിനകത്ത് എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു എക്സിബിഷൻ തന്നെ ഇതിനകത്തുണ്ട്. ഈ മ്യൂസിയത്തിനകത്ത് ഷിപ്പ് തന്നെയാണത് ആക്ച്വലി. ഒരു ദിവസം കൊണ്ട് വിശാഖപട്ടണത്ത് ചെയ്യാവുന്ന ഏറ്റവും നല്ല ചുറ്റിക്കറങ്ങലാണ് ഈ മ്യൂസിയവും ബീച്ചും.